ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പറാത്ത റെഡിയാക്കി എടുക്കാൻ നോക്കാം. കോളിഫ്ലവർ ഫില്ലിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്തയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പറാത്തയാണ്. ഇത് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് സലാഡൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ഇല്ലാതെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ വിപ്പ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം അങ്ങനെ അരഞ്ഞു പോവരുത്. ഒരു 3 ബാച്ച് ആയിട്ടാണ് ഞാനിവിടെ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പൊ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 4.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് മെഷർ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും ഓയിലും ഗോതമ്പ് പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ആദ്യമേ തന്നെ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. 1/2 കപ്പ് വീതം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. മാവിൽ വെള്ളത്തിന്റെ അളവ് കൂടാനും കുറയാനും പാടില്ല, അത് ശ്രദ്ധിക്കുക. ഇനി മീതെ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലപ്പൊടികളുടെ പച്ചമണെല്ലാം പോയി കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു 4 എഗ്ഗ് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എഗ്ഗും കോളിഫ്ലവറും ചേർത്തിട്ടുള്ള മിക്സാണ് നമ്മൾ ഈ പറാത്തയുടെ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് വരെ നമ്മൾ ഇളക്കാതെ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ എഗ്ഗ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എഗ്ഗിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട്
ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴത്തേനും കോളിഫ്ലവർ നന്നായിട്ട് കുക്കായി കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അധികം അങ്ങനെ എരിവുള്ള മസാലയല്ല ഇത്. ഇതിലേക്ക് കുറച്ച് ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇതിലെല്ലാതും കറക്റ്റ് ആയിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം ഇതില് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കുഴഞ്ഞു പോവാതെ ഇതുപോലെയുള്ള ഒരു ഫില്ലിംഗ് ആണ് വേണ്ടത്. നമുക്ക് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയിട്ടാണ് നമ്മൾ ഈ ചപ്പാത്തിയിൽ ഫില്ലിംഗ് വെക്കുന്നത്. നമ്മുടെ ചപ്പാത്തി മാവ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് റോൾ ചെയ്ത് ഗോതമ്പ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നാല് സൈഡിൽ നിന്നും മടക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ഗോതമ്പ് പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അധികം അങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കരുത്. ഈ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയിലാണ് ഇതിരിക്കുക. ഈ ഒരു തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പറാത്ത ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാം. കുറച്ചൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. 4 സൈഡൊന്ന് മടക്കി നമുക്ക് പരത്തിയെടുക്കാം. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പരത്തി കൊടുക്കുമ്പോഴും അധികം അങ്ങനെ ഫോഴ്സ് ചെയ്യാതെ പരത്തി കൊടുക്കുക. ഇവിടെ ആദ്യം ഇട്ട് കൊടുത്ത പറാത്ത ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. നെയ്യ് കുറച്ച് 2 സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പറാത്തയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പറാത്തയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതില്ലേ, ഇതിനുള്ളില് നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. ഇത് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് സലാഡൊക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ മത്തങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എഗ് ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും മത്തങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയേയില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക് യു.